അപകീർത്തി കേസിൽ KM ഷാജഹാനെതിരെ 2 CPM MLA-മാർ കൂടി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നു. KJ മാക്സിയും ആന്റണി ജോണുമാണ് പരാതി നൽകിയത്. യൂട്യൂബ് ചാനൽ വഴി അപവാദ പ്രചാരണം നടത്തി എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം? PV ശ്രീനിജൻ അദ്ദേഹം നേരത്തെ പരാതി നൽകുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 MLA-മാർ കൂടി പരാതിയുമായി രംഗത്ത് വരുന്നത്. ബിനിൽ വിവരങ്ങളുമായുണ്ട്. ബിനിൽ, KM ഷാജഹാൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് എറണാകുളം ജില്ലയിലെ ഒരു CPM-ന്റെ MLA മറ്റൊരു വനിതാ നേതാവുമായി ഇത്തരമൊരു ബന്ധമുണ്ടായി, അതൊരു പൊതുപ്രശ്നമായി അവിടെ മാറി. ഇങ്ങനെ ഒരു രഹസ്യം എനിക്കറിയാം, അത് ഞാൻ വെളിപ്പെടുത്തുന്നു എന്ന തലത്തിൽ വാർത്ത ചെയ്തത്. എറണാകുളം ജില്ലയിൽ 5 CPM MLA-മാരുണ്ട്. അതിലൊരാൾ മന്ത്രിയാണ്, ബാക്കി 4 പേരിൽ ഒരാളാണ് എന്ന സംശയമുന എല്ലാ MLA-മാർക്കും നീട്ടിക്കൊണ്ടായിരുന്നു ആ യൂട്യൂബ് ചാനലിലെ അവതരണം. അതിന്റെ തുടർച്ചയായി വരുന്ന പരാതിയിൽ പോലീസ് ഏത് തരത്തിലായിരിക്കും? ഈ എല്ലാവരുടെയും പരാതിയിലും ഇനി കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണോ? രതീഷ്, ആ യൂട്യൂബ് ചാനലിലെ വീഡിയോ എന്ന് പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ നേരിട്ട് കണ്ടതുപോലെ അല്ലെങ്കിൽ കണ്ട ഒരാൾ അറിയിച്ചതുപോലെ തന്നെയാണ് ഷാജഹാൻ അതങ്ങ് വിവരിച്ചു പോയത്. അതിൽ CPM-ന്റെ 4 MLA-മാരെ ആദ്യം പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവിടെയാണ് അദ്ദേഹത്തിന് പിശക് പറ്റിയത്. അതായത് ഈ 4 പേരിൽ ഒരാളാണ് പ്രതി എന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതാണ് ഇപ്പോൾ ഈ കൂട്ടത്തോടെ CPM-ന്റെ എറണാകുളം ജില്ലയിലെ MLA-മാർ KM ഷാജഹാനെതിരെ പരാതി നൽകാനുള്ളൊരു കാരണം ഇത് സംബന്ധിച്ച് ഒരു വസ്തുതകളുടെയും അടിസ്ഥാനത്തിലല്ല ഷാജഹാൻ ഈ വീഡിയോ ചെയ്തതെന്നാണ് അവർ പറയുന്നത്. തങ്ങളെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ഷാജഹാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഷാജഹാനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KJ മാക്സി MLA-യും ആന്റണി ജോൺ MLA-യും മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കുന്നു. അതിന് മുൻപ് PV ശ്രീനിജൻ പരാതി നൽകിയിരുന്നു. അങ്ങനെ 3 MLA-മാരുടെ പരാതി ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണന്റെ പരാതിയും ഉള്ളത്. ആ പരാതിയിൽ ഇന്ന് KN ഉണ്ണികൃഷ്ണന്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്താൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് MLA-മാർ കൂടി വ്യക്തിപരമായി കൂടി പരാതി നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ എല്ലാ പരാതികളിലും കേസ് വരാൻ പോകുന്നു എന്നതാണ് ഇതിന്റെ വസ്തുത എന്നത്. KM ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിയമ നടപടിക്ക് അദ്ദേഹം വിധേയനാകാൻ പോകുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.